വെൽക്കം ബാക്ക് ടു ജൂബീസ് ഫ്യൂഷൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊരു സ്റ്റൈൽ തന്നെയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് നമ്മളിവിടെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണ് കേട്ടോ. അതുപോലെ സ്ലൈസായിട്ട് അരിയണത്. പിന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലയ്ക്ക, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി ഹാഫായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് ഒരു ചെറിയ ചട്ടി നമുക്ക് വയ്ക്കാം. സവാള വറക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് നിർത്തിയിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ എണ്ണ കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഉപയോഗിക്കാം. പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് സവാള. ഇനി നമ്മൾ എണ്ണ ഇച്ചിരി ഉള്ളത് നമുക്ക് ചൂടാക്കിയിട്ട് ഒരു ഗ്രാമ്പും പട്ടയും ഏലക്കയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകവും കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ മൊത്തം കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി പറയണേ കമൻറ്റിലൂടെ. തക്കാളി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചാറിൽ കിടന്ന് അത് നല്ലതുപോലെ വഴറ്റി കിട്ടുന്നതായിരിക്കും. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കും സവാളയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സവാള വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ സവാളയുടെ ആവശ്യമില്ല. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 1/2 കപ്പ് തൈര് ചേർക്കാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. തൈരും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. തൈര് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ചേർക്കുക. ഇനി നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ സവാളയുടെ കൂട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലോട്ടങ്ങ് ഒഴിക്കാം. ഇനി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമൊക്കെ തിളച്ച് നല്ലൊരു മസാലക്കൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. തൈരില്ലാത്തപ്പോൾ നമുക്ക് ഇച്ചിരി പാലോ അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലോ എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അതും കറിക്ക് നല്ല രുചി കൂട്ടുന്നൊരു സംഭവമാണ്. അത് ഇച്ചിരി ഇങ്ങനെ ചേർത്ത് കൊടുത്ത്, തൈരാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ.
ഇനി പുഴുങ്ങി പകുതിയായി മുറിച്ച് വച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ മസാല എല്ലാം അതിനകത്ത് നല്ലതുപോലെ മിക്സായി കിട്ടുന്നതായിരിക്കും. അത് കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും. അതുപോലത്തെ ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് അവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ കറി ഇങ്ങനെ ഉണ്ട് കാണാൻ. കണ്ടാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.